ചേട്ടാ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂട് അടുക്കുകയാണ്. മാർച്ചില് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേമം മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ചുവരെഴുത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിലവിലെ പാർട്ടികളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബി.ജെ.പി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 36 മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് വേണമെങ്കിൽ പിടിക്കാം എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളിലെയും കൊടികെട്ടിയ മോദി വിരുദ്ധ ജേർണലിസ്റ്റുകൾ തന്നെ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേൾക്കുകയുണ്ടായി. അവർ പറയുകയാണ് 36 മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി കത്തിക്കയറിയിരിക്കുന്നത്, വേണമെങ്കിൽ അവർക്ക് പിടിക്കാം. നമ്മുടെ ഈ CPM രഹസ്യ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ. ബി.ജെ.പി പുഷ്പം പോലെ കോർപ്പറേഷനും പിടിച്ചുകൊണ്ട് പോയി. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ബി.ജെ.പി കോർപ്പറേഷൻ പിടിക്കുമെന്ന്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ 36 മണ്ഡലങ്ങളിലെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പൊ CPM-ന്റെയും കോൺഗ്രസിന്റെയും രഹസ്യ സ്ക്വാഡുകൾ, അങ്ങനെ പേര് ഞാൻ പറയുന്നതാ. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ആ മണ്ഡലങ്ങളിൽ, ബി.ജെ.പി വരാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അവരവിടെ ജയിക്കുമെന്ന് തന്നെയാണ് പല ആൾക്കാരും ശത്രുപാളയത്തിൽ നിന്നുമുള്ള സംസാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ അതിനുശേഷം തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നത്, പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കൈപിടിച്ച് മത്സരിക്കാൻ ഇറങ്ങും, സുരേഷ് ഗോപി അവിടെ അവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നു. 3 മണ്ഡലങ്ങൾ, നേമം, പാലക്കാട്, തൃശ്ശൂര്, ഈ 3ഇടത്തും വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ബി.ജെ.പി ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ അക്കൗണ്ടേ തുറപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ശക്തമായി അപ്പുറത്ത് നിൽക്കുന്നത് LDF-ഉം UDF-ഉമാണ്. ഈ തെരഞ്ഞെടുപ്പ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അല്ല മത്സരം, അവർ രണ്ടുപേരും ബി.ജെ.പിയോടാണ് മത്സരം എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ആ രീതിയിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർക്ക് ആയുധം എന്ന് പറയുന്നത്, ഈ 2 മുന്നണികൾക്കും ആയുധം എന്ന് പറയുന്നത് ബി.ജെ.പി വിരുദ്ധത മാത്രമേ ഉള്ളൂ. ബി.ജെ.പി എന്ത് ചെയ്യുന്നു അതിനെ രണ്ടുപേരും മത്സരിച്ച് എതിർക്കുക, അത് മാത്രമാണ് ഇവരുടെ ആയുധം. അതേസമയം ബി.ജെ.പിയുടെ ആയുധം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇവർ രണ്ടുപേരും കൂടെ സംയുക്തമായി ചേർന്ന് നിന്ന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജമാഅത്തെ ഇസ്ലാമി ബി.ജെ.പിക്ക് ഇട്ട് പണിയാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബി.ജെ.പിക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഇവർ രണ്ടും ഒന്നാണ്, ഇവർ ഞങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത് മാറി പരസ്യമായി തന്നെ ഒന്നിച്ച് മുമ്പോട്ട് പോയി ജനത്തിന് ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു ഇവർ രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ളത്. പക്ഷെ CPM-നോ കോൺഗ്രസിനോ ഉള്ള അടിത്തറ ബി.ജെ.പിക്ക് കേരളത്തിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇത്തവണ ബി.ജെ.പി ചെയ്തത് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, കാരണം അവര് വലിയ പഴയതുപോലെ വലിയ പൊടിപ്പും തൊങ്ങലും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവർ തുടങ്ങിയത്. മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു, ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പേ തന്നെ പല മണ്ഡലങ്ങളിൽ അവർ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. അത് വലിയ ബഹളങ്ങളും ഓളങ്ങളും ഒന്നും ഇല്ലാതാവും, നല്ല കാര്യമാണത്, അതിന്റെ ആവശ്യവുമില്ല. കാരണം സാധാരണഗതിയിൽ അങ്ങനെയല്ല ബി.ജെ.പി ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ അല്ലാത്ത പ്രചരണം ഭയങ്കര പ്രചരണമായിരിക്കും. അതായത് ശത്രുവിന്റെ ഒരു അറ്റൻഷൻ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു പതിവ് അവർക്ക് പതിവായിട്ടുണ്ടെങ്കിൽ ഇത്തവണ അങ്ങനെയില്ല. ഇത്തവണ അവര് ആൾമോസ്റ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. മിക്കവാറും എല്ലാ മണ്ഡലം, നിയമം മാത്രമല്ല, ചില കൺഫ്യൂഷൻസ് ഉള്ള ചില മണ്ഡലങ്ങൾ നിലനിർത്തുന്നുള്ളൂ. അവർക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അവിടെ കൃത്യമായി തന്നെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വട്ടിയൂർക്കാവ് ആയാലും തിരുവനന്തപുരം സെൻട്രൽ ആയാലും നിയമമായാലും കാട്ടാക്കട ആയാലും കഴക്കൂട്ടമായാലും ഒക്കെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ പോകുന്നു. ഇനിയിപ്പോ വട്ടിയൂർക്കാവിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥിക്കും വട്ടിയൂർക്കാവില് അത്യാവശ്യം പ്രവർത്തന പരിചയമുള്ളൊരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും അവിടെ വരികയാണെങ്കിലും. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലമായിരുന്ന ഒരു ഇടം കൂടിയാണത്. ഇനി മറ്റിടങ്ങളിലേക്ക് വന്ന തിരുവല്ലയില് അവരുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ശ്രീ അനൂപ് ആന്റണി പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. പാലയിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഷോഹൻ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു മുൻപോട്ട്. ചെങ്ങന്നൂർ കേന്ദ്രമാക്കിക്കൊണ്ട് സന്ദീപ് വചസ്പതി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്രാവശ്യം വലിയ വിജയമായിരുന്നു. 7 പഞ്ചായത്തുകൾ 6 പിടിച്ചെടുക്കാൻ പറ്റി അവർക്ക്. അതുപോലെ തന്നെ ജോർജ് വിജയിക്കാനുള്ള സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ? അല്ല, അതിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ കുറെ അധികം ഭാഗങ്ങളാണ് ഇപ്പോഴത്തെ പാലാ മണ്ഡലം. അപ്പോൾ പഴയ PC ജോർജിന്റെ തട്ടകമായിരുന്നല്ലോ പൂഞ്ഞാർ. അപ്പൊ അതിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതാണ്ട് 2 പഞ്ചായത്ത് പൂർണ്ണമായി തന്നെ ഷോണിനെ പിന്തുണയ്ക്കുന്ന പഞ്ചായത്തുകളാണ്. അതുപോലെ തന്നെ സഭാ നേതൃത്വവുമായി അത്യാവശ്യം നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടെയാണ് ഷോൺ. എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ്. അവിടെ ഇനിയിപ്പോ ഈ മാണി സി കാപ്പനും
പറയുന്ന ഈ ജോസ് കെ മാണിയും തമ്മിലാണ് എങ്കിൽ അവിടെ ഒരു വലിയ പ്രതീക്ഷയാണ്. ഇനി അവിടെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ ഇത് വരുന്നത് എന്നറിയില്ല. ഒരു പക്ഷേ വലിയ പ്രതീക്ഷ തന്നെ BJPക്ക് അതിലുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയത്, പെട്ടെന്ന് പ്രഖ്യാപിച്ച് വരുന്ന ഒരു രീതിയല്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടുവരുന്ന ഒരു കാര്യം, BJP വളരെ നേരത്തെ തന്നെ അതിനുള്ള മുന്നൊരുക്കം നടത്തിയിരുന്നു. അത് മാത്രമല്ല, അവരുടെ സ്ട്രാറ്റജി പാടെ മാറ്റിയിരിക്കും. നിലവിൽ LDF-നാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ജനങ്ങളുടെ മുമ്പിൽ പറയാനായിട്ടൊന്നുമില്ല. എന്ത് പറയാനാണ്? എന്തെങ്കിലും ഒരു വികസന നേട്ടം മുന്നിൽ കാണിച്ചുകൊണ്ട്, ഇല്ല ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് മുൻപോട്ട് വരാനായിട്ട് ഒന്നുമില്ല. അതായത് ഈ ദേശീയ നാഷണൽ ഹൈവേ ഒക്കെ ആയിരുന്നു അവർ പറയാൻ. ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിത്തട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്നറിയാവോ? അവർ പറയുന്നത് പിണറായി പോയാൽ അതോടുകൂടി ഹിന്ദു ഭരണം ഇല്ലാതാകും. ഇനി വരുന്നത്, ഇത് പണ്ടവര് മുൻകാലങ്ങളിലൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ തന്ത്രം. ഇനി വരുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ ഭരണമായിരിക്കും, ഇസ്ലാമിക ഭരണമാണ് വരുന്നത് എന്ന് താഴെത്തട്ടിലുള്ള അണികളാണ് ഇപ്പോൾ എല്ലായിടത്തും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ഭരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ ഭരിക്കണം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഹിന്ദുക്കളുടെ അമ്പലത്തിന്റെ മണിയും ഓട്ടുരുളിയും വരെ അടിച്ചുകൊണ്ട് പോകുന്ന പണിയാണ് മറ്റൊരു സൈഡിൽ കാണുന്നത്. ഇവിടെയാണ് കൺഫ്യൂഷൻ ഹിന്ദുക്കൾക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണല്ലോ ഭരിക്കാൻ വരുന്നത്. ഇടി സതീശൻ അമീറായി മാറിക്കഴിഞ്ഞു. അല്ല, ആ ഒരു കൺസെപ്റ്റാണ് അവർ താഴെ തട്ടി പ്രചരിപ്പിക്കുന്നത്. കാരണം അവർക്ക് പ്രത്യക്ഷത്തിൽ പറയാനൊന്നുമില്ല, എന്തെങ്കിലും ഒന്നും ഇല്ല. ഇന്നലെ ഞാൻ വീണ ജോർജിന്റെ ഒക്കെ എന്താണ് ആ ഹോസ്പിറ്റൽ കേസിൽ അവർ വെറുതെ ഒരു ധാർഷ്ട്യം എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ് ഇത് UDF-ന്റെ കാലത്ത് നടന്ന ഓപ്പറേഷൻ. അത് ഈ ഓപ്പറേഷൻ UDF-ഉം LDF-ഉം വരുന്നത് നോക്കിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? സർക്കാർ മാറുന്നതനുസരിച്ച് ആർക്കും ഓപ്പറേഷൻ നടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, UDF-നെ സംബന്ധിച്ച് അവരും ഈ പറയുന്ന കണക്കല്ല ധനുഷ്. അവരുടെ നേതാക്കന്മാരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ മാധ്യമങ്ങളെ ഊതിപ്പെരുപ്പിക്കുന്നതിനുള്ള കോൺഫിഡൻസ് ഒന്നും കോൺഗ്രസ്സുകാർക്കില്ല. അത് ഈ മാധ്യമങ്ങൾ ചുമ്മാതെ തള്ളിവിടുന്നതാണ്. ഞാൻ ഈ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെയുമായിട്ട് വ്യക്തിപരമായ ബന്ധം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് ഈ തള്ളി പറിക്കുന്നതിനൊക്കെയുള്ള ആവേശമൊന്നുമില്ല. 110 കിട്ടുമെന്നോ 120 കിട്ടുമെന്നോ 100 കിട്ടുമെന്നോ എന്നുള്ള ആവേശമില്ല. അവരാകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടും? കാരണം കോൺഗ്രസിന് സീറ്റ് കിട്ടില്ലെങ്കിൽ പിന്നെ ലീഗിന്റെ തൊഴുത്തി കിടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ജയിക്കുന്നൊരു ഉറപ്പില്ല. അവര് പറയുന്നുണ്ട് ഇടതുപക്ഷത്തെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത്. ഇവിടെ വളരെ സൈലന്റ് ആയിട്ടാണ് BJPയുടെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കൃത്യതയുള്ള വർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സമീപ ഭാവിയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ 28ാമത്തെ വർഷമാണ് ഈ ഒരു മാധ്യമരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു 4ാമത്തെ 5ാമത്തെ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ശേഷം ഉള്ള ഇലക്ഷനാണ് ഈ വരുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലൊരു പ്രവർത്തനം BJP കാഴ്ചവെക്കുന്നു. വളരെ സൈലന്റ് ആയിട്ടുള്ള നല്ല കാര്യമാണത്. ഈ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് പോവുക എന്നുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ടത് പാലക്കാടാണ്. പാലക്കാടിന് ശോഭാ സുരേന്ദ്രനെ അവർ കഴിഞ്ഞ തവണ തന്നെ ലോക്സഭയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞ് അവിടെ അണികൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അവർ വരണമെന്ന് ആവശ്യപ്പെട്ടത് ശോഭാ സുരേന്ദ്രനെ ഇപ്പൊ 140 മണ്ഡലങ്ങളിലും ആവശ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം ആ ശോഭാ സുരേന്ദ്രൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വോട്ട് ഉയർത്തുന്നു എന്ന് മാത്രമല്ല ഈ പാർട്ടി പ്രവർത്തകർക്ക് വലിയ പണിയെടുക്കാതെ തന്നെ വലിയൊരു ബൂമിങ്ങിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അപ്പൊ പാലക്കാട്ടേക്ക് അവർ മത്സരിക്കുന്നു എന്നാണ് ഫൈനലായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സേഫാണ്, സേഫ് സോണാണ്. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് വളരെ സ്കോപ്പ് ഉണ്ട്. കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും അതിന് ഒരു വലിയ ചാൻസ് ശോഭാ സുരേന്ദ്രന് കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പത്മജയാണ് തൃശ്ശൂർ. ഇത് സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ പ്രചരണ കാലത്ത് തന്നെ ഇങ്ങനെ BJP നേതൃത്വം പത്മജയ്ക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നു, ഒരു സീറ്റ് നൽകും മത്സരിക്കുമെന്ന്. കാരണം ശോഭനയ്ക്കല്ല, നമ്മുടെ പത്മജയെ സംബന്ധിച്ച് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് തോറ്റിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പത്മജ. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ കാലുമാറിയത് കൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJPക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കോൺഗ്രസിന്റെ വോട്ടും ഇല്ലെങ്കിൽ പത്മജയുടെ വ്യക്തിപരമായി പത്മജയ്ക്ക് ലഭിക്കുന്ന വോട്ടും എല്ലാം കൂടെ വെച്ച് സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല. അവിടെ തൃശ്ശൂർ തന്നെ ഒല്ലൂരോ മറ്റോ ജേക്കബ് തോമസ് മത്സരിക്കുന്നു പറയുന്നത്. കാരണം ജേക്കബ് തോമസും തൃശ്ശൂർ തന്നെ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇപ്പം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് വലിയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഈ ഇടതുപക്ഷ കോട്ടകളിൽ BJPക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ കാസർഗോഡ് അവരുടെ മഹിളാ മോർച്ചയുടെ ഒക്കെ ഒരു അധ്യക്ഷയായിരുന്ന അശ്വിനി ലോക്സഭയിലൊക്കെ മത്സരിച്ച ഒരു നേതാവാണ്, അഡ്വക്കേറ്റ്. അപ്പൊ അവര് മത്സരിക്കാൻ പോകുന്നു എന്ന് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കാസർഗോഡും അവർക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പിന്നെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം കോഴിക്കോട്, വോട്ട് 1-2 മണ്ഡലങ്ങൾ വോട്ട് ഉയർത്തുക എന്നതാണ് അവരുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. ആലപ്പുഴയില് ശരിക്കും പറഞ്ഞാൽ അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ അരൂര്, ഒപ്പം തന്നെ ഈ പറയുന്ന ചെങ്ങന്നൂരൊക്കെ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷെ അവിടെ സജി ചെറിയാനാണ് സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്.
ഇനി അരൂര് നല്ലൊരു ഇതാകും. കായംകുളത്ത് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവർ BDJS ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അന്തരീക്ഷത്തിൽ വരുന്ന ഒരു ഇതാണ്. അതുപോലെ ചാത്തന്നൂര് അവർക്ക് വലിയ രീതിയിൽ വോട്ട് വിഹിതം ഉയർത്താൻ പറ്റി. 2ാം സ്ഥാനത്തിന് കുറച്ച് വോട്ടുകൾക്ക് പിന്നിൽ പോയ സ്ഥലമാണ്. BB ഗോപകുമാർ ആയിരുന്നു അവിടെ പഴയ നിന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭയിൽ. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ്. അദ്ദേഹം അവിടെ SNDPയുടെ ഒക്കെ ഒരു ഉന്നത നേതൃസ്ഥാനത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. അവിടെ അവർ ലക്ഷ്യം വെക്കുന്നു. വർക്കല അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഒരു ലക്ഷ്യം വെക്കുന്നു. കോവളം, അതായത് ഇവിടൊക്കെ വോട്ട് വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ധനുഷ് പറഞ്ഞ ഈ 36 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യം തന്നെയാണത്. അത്രയും മണ്ഡലങ്ങളിൽ ജയിക്കുമെന്നുള്ളതല്ല, വലിയ രീതിയിൽ തന്നെ വോട്ട് ഉയർത്താൻ കഴിയും. സീറ്റ് നേടുന്നതിനോടൊപ്പം തന്നെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ പറയുന്ന കണക്ക് LDFനും UDFനും പരസ്യമായി തന്നെ പല മണ്ഡലങ്ങളിലും കൈകോർക്കേണ്ട ഒരു അവസ്ഥ വരും. കുന്നത്തുനാട് 2020 വന്ന കുന്നത്തുനാട്ടിൽ എന്താണ് ഇപ്രാവശ്യം സംഭവിച്ചത്? ഈ തദ്ദേശത്തിൽ എന്താണ്? ഇടതും വലുതും ഒന്നിച്ച് നിന്നുകൊണ്ടല്ലേ 2020 എതിർത്തത്? പരസ്യമായിട്ട് അവരൊന്നിച്ച് നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തി. അപ്പോൾ അത് സമീപഭാവി വരും. ഈ 2020 വന്നത് BJP സംബന്ധിച്ച് വലിയ ഗുണം തന്നെയാണ്. കാരണം BJP ഇക്കാലം അത്രയും ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ പുറയിലായിരുന്നു. അത് BJP നേരിട്ട് ഇടപെട്ടിട്ട് ഇതുവരെ ഫലം കാണാത്ത ഒരു സാധനമാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. അവർക്ക് 1-2 നേതാക്കന്മാരെ കിട്ടിയെന്നല്ലാതെ അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല. പക്ഷെ സാബു ജേക്കബ് ഇപ്പോൾ ആ ഒരു പാർട്ടി, സാബു ജേക്കബിന്റെ ഒരു പാർട്ടി 2020 എന്ന് പറഞ്ഞാൽ വേറൊരു പാർട്ടിയാണ്, BJP അല്ല. അപ്പൊ ആ പാർട്ടിയിലേക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കുവാൻ കഴിയും എന്ന് BJP തിരിച്ചറിഞ്ഞുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കൊരു സീറ്റൂടെ ഈ ജയിച്ചു കഴിഞ്ഞാൽ 2020 കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും BJP സംബന്ധിച്ച്. വരുംകാല തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാനും പറ്റും. മറ്റൊന്ന് BDJSന്റെ കാര്യമാണ്. അവര് എനിക്ക് തോന്നുന്നു എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ടെന്ന് അറിയില്ല, അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഫാക്ടറികളുണ്ട്. ഒരുപക്ഷെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയൊക്കെ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിന് കോവളം ആ സീറ്റ് ലഭിക്കുമോ, ഏത് സീറ്റ് ലഭിക്കുമോ എന്നറിയില്ല. അവിടെ മുൻപ് അദ്ദേഹം മത്സരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഘടകകക്ഷികളും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിന്റെ 40ഓളം സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകുമെന്നാണ് പറയുന്നത്. ഘടകകക്ഷി എന്ന് പറയാനായിട്ട് ആകെ ഇതിനകത്തുള്ളത് ഈ 2020യും ഒപ്പം തന്നെ BDJS മാത്രമാണ് പ്രധാന ഘടകകക്ഷി എന്നവർക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ. വേറെ ആരും അങ്ങനെ പ്രധാന ഘടകകക്ഷി ഒന്നുമില്ല. പിന്നെ അവരുടെ കൂടെ അവർക്ക് തന്നെ അറിയില്ല എത്ര പാർട്ടി ഇപ്പൊ കേരളത്തിൽ NDAയുടെ കൂടെ ഉണ്ടെന്നുള്ളത്. ചെറുതും വലുതുമായി RIP അങ്ങനെ കുറെ പാർട്ടി, LJP എന്തൊക്കെ അവര് പറയുന്നു അവരുണ്ടെന്ന് ഇതിനകത്ത്. നമ്മളതിൽ കണ്ടിട്ടൊന്നുമില്ല. നമ്മളിപ്പോ അവരുടെ ഈ പുതിയ ഫ്ലെക്സ് വന്നിരിക്കുന്നതിനകത്ത് അവര് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ശ്രീ സാബു ജേക്കബ്, ഈ 3 പേരുടെ പടം മാത്രമേ അത് കണ്ടുള്ളൂ. പിന്നെ നടുക്ക് നരേന്ദ്രമോദിയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ചെറുതായിട്ട് കുറച്ച് ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് അറിയില്ല. ഏതായാലും അവർ സഖ്യകക്ഷി നേതാക്കളായിരിക്കും അവർ, പക്ഷെ അത് കുറച്ച് പേരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. BJP വളരെ സൈലന്റ് ആയിട്ട് തന്നെ വർക്ക് നിൽക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരത് ആ തന്ത്രം വിജയിപ്പിച്ചെടുത്തതാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ധരിച്ച് കണ്ട പുറമേ നിന്നുള്ള ഓളമായിരുന്നില്ല അവരെ ജയിപ്പിച്ചത്. അടിത്തട്ടിലുള്ള അവരുടെ മരണമായിട്ടുള്ളൊരു വർക്ക് തന്നെയായിരുന്നു. സംഘമൊക്കെ ഇറങ്ങി വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ പല മണ്ഡലം, പ്രത്യേകിച്ച് തിരുമല പോലെയുള്ള അവർ തോക്കുമെന്ന് കരുതിയ മണ്ഡലങ്ങളിലൊക്കെ, വാർഡുകളിലൊക്കെ അവർ ജയിച്ച് കയറിയത് പകൽ അവർ നിരന്തരം പരിശ്രമിച്ചിട്ടുണ്ട്. പുറമേ കാണുന്ന ഓളമല്ല, പുറമേ BJP തിരുവനന്തപുരത്ത് ഓളം ഏറ്റവും അവസാനമാണ് കാണിച്ചത്. സാധാരണ BJPയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് ഓളം കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. 5-6 ചെണ്ടയും 10-15 കൊടിയൊക്കെ എടുത്ത് റോഡിൽ കിടന്ന് തുള്ളുക എന്നുള്ളതായിരുന്നു അവരുടെ മുമ്പൊക്കെ കണ്ടിരുന്ന രീതി. താഴെത്തട്ടി പ്രവർത്തനം ഇല്ല, വോട്ട് ചോദിക്കാൻ വരത്തുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പല മണ്ഡലങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ BJP മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ തവണത്തെ വോട്ടായിരിക്കില്ല അവർക്ക് കിട്ടുന്നത്. വലിയ രീതിയിൽ തന്നെ അവർക്ക് വോട്ട് വർധനമുണ്ടാകും. പക്ഷെ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വോട്ട് ഉയർത്തുക എന്നുള്ളതല്ല ഇനി നമ്മുടെ ലക്ഷ്യം, സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. സീറ്റ് പിടിക്കൂ, ബാക്കി നമുക്ക് അപ്പോഴാലോചിക്കാം. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെല്ലാം തന്നെ നിയമസഭയിൽ എത്താനുള്ള ഒരു വലിയ പ്രയത്നം ആണ് നടക്കുന്നത്. മുരളീധരനൊക്കെ വലിയ സാധ്യത തന്നെയാണ്. അദ്ദേഹം അവിടെ 2 വർഷത്തിലേറെയായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തവണ വേറൊരു വലിയൊരു വ്യത്യാസം ഞാൻ കണ്ടു. ഈ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അനാവശ്യ പത്രസമ്മേളനങ്ങളില്ല BJPക്കാരുടെ. മുമ്പെന്ന് പറഞ്ഞാല് സംസ്ഥാന അധ്യക്ഷൻ ഒരു കാര്യം പറയും, ഇപ്പുറത്ത് മാറിയുടെ വൈസ് പ്രസിഡന്റ് ഒരു കാര്യം പറയും, ജനറൽ സെക്രട്ടറി വേറൊരു കാര്യം പറയും, ട്രഷററും ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റും വേറൊരു കാര്യം പറയുന്ന ഒരു രീതിയായിരുന്നു നാളിതുവരെ BJP ഉണ്ടാകുന്നത്. ഇപ്പൊ അതില്ല. സംസ്ഥാന അധ്യക്ഷൻ എന്ത് പറയുന്നു അത് തന്നെയാണ്. ഒറ്റ പത്രസമ്മേളനം, പത്രക്കാരെ ഇപ്പം കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ശോഭാ സുരേന്ദ്രനെ കണ്ടാലും ഒറ്റ ടോണിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഈ പത്രക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള വകുപ്പ് ഇപ്പൊ ഇട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്തിനേറെ പറയുന്നത്, നമ്മുടെ സുരേഷ് ഗോപി പോലും ഇപ്പം എഴുതി കൊടുക്കുന്നത് മാത്രമാണ് വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങളൊന്നും തന്നെ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞിരുന്നു, ഗുരുവായൂർ ചെയർമാനായിട്ട് മരിക്കുക എന്നുള്ളതാണ് തന്റെ ആഗ്രഹം, സേവിച്ച് മരിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അതിന്റെ ആഗ്രഹമാണ്. അപ്പൊ അദ്ദേഹം എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാം പേപ്പർ നോക്കിയിട്ടാണ് പുള്ളി വായിക്കുന്നത്. അവിടുന്ന് എഴുതി കൊടുക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. കാരണം
ഈ പത്രക്കാർക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള നേതാക്കന്മാരാണ് ഈ സുരേഷ് ഗോപി, ശ്രീലേഖ എന്നൊക്കെ പറയുന്നത്. കാരണം അവർക്ക് പൊളിറ്റിക്സ് അറിയാത്തത് കൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ ട്രാപ്പിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് ഇവര് ഉന്നം വെച്ച് ചോദിക്കുന്നത് അവർക്ക് അറിയില്ല ഇത് എന്തിനു വേണ്ടി ചോദിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇവരതിൽ വീണു പോകുന്ന രീതിയുണ്ട്. ഇതിപ്പോ ശ്രീലേഖയൊക്കെ പഠിച്ചെന്ന് തോന്നുന്നു അതിനകത്ത്. ഇപ്പൊ പത്രക്കാരെ അധികമായിട്ടൊന്നും കാണാറില്ല. ഒപ്പം തന്നെ സുരേഷ് ഗോപിയും ഇപ്പൊ അധികം കാണാറില്ല. വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പുള്ളിയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുഴുകുന്നു. ഒപ്പം തന്നെ പേപ്പർ നോക്കി ഉള്ള കാര്യം പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഒരു രീതിയാണ്. ഏതായാലും BJPയുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം മികച്ച ഒരു പ്രവർത്തനം. അച്ചടക്കത്തോടു കൂടി അവർ ഒറ്റക്കെട്ടായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്ക് നേട്ടമുണ്ടാകാൻ ഉതകും. കാരണം അവരത് തെളിയിച്ചു ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ. പിന്നെ UDF-നും LDF-നും ജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ധനുഷ് നേരത്തെ പറഞ്ഞ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്തവണ ജനം വോട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇവരെന്താണ് മാസ്മരികതയാണെന്നോ ഇല്ലെങ്കിൽ ഇപ്പൊ ജനത്തിന് വേറൊരു കാര്യം കൂടെ ബോധ്യമായിട്ടുണ്ട്. കേരളത്തിൽ ആര് വന്നാലും കേന്ദ്രത്തെ കണക്കിലെടുക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അല്ല സംസ്ഥാനത്ത് ഇപ്പൊ കോൺഗ്രസ് വന്നാലോ കമ്മ്യൂണിസ്റ്റ് വന്നാലോ കേന്ദ്രത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടോ ഇല്ല കേന്ദ്ര വിരുദ്ധമായിട്ടോ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ നിന്നേ പറ്റൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ BJPയെ തകർത്ത് കളയുമെന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഇപ്പൊ ഇല്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം BJP തകർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ജനത്തിനറിയാം. ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളും രാജ്യവും ഭരിക്കുന്ന ഒരു പാർട്ടിയെ നാൾക്കുനാൾ അതിന്റെ ആ സ്ട്രെങ്ത് കൂടി വരികയാണ്. ആ പാർട്ടി എങ്ങനെയാണ് കേരളത്തിലെ 3.5 കോടി ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന 2 പാർട്ടികൾക്ക് തകർക്കാൻ കഴിയുന്നത്? അതൊന്നും ഇപ്പൊ അവർ പറയുന്നില്ല. അവർക്ക് പിന്നെ പറയാനൊന്നുമില്ല. എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് മോദിയെ ചീത്ത വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ച് നോക്കുമ്പോൾ തുണി ഉരിഞ്ഞ് കാണിക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടില്ലേ അത് AIയുടെ ദില്ലി നടന്ന സമ്മേളനത്തിന് അക്ഷരം പ്രതി ശരിയായിരുന്നു. തുണി കഴിച്ചല്ലേ കാണിച്ചത് അവിടെ നടന്ന പ്രതിഷേധം. അതായത് നമുക്ക് പറയാൻ പോയിന്റ് ഇല്ലാതെ വരുമ്പോൾ തുണിവെക്കി കാണിക്കുക. അത് കേരളത്തിൽ ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ മുമ്പ്. ഇപ്പൊ അതിന് സമാനമായ തരത്തിലുള്ള ദേശീയ തലത്തിൽ കാണിച്ചത് ഒരു സമ്മേളനം നേടി ചെല്ലുന്നു, ഊരി ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരി കാണിക്കുക എന്ന് പറഞ്ഞാൽ ആഭാസതരം വൃത്തികേട് എന്നുള്ളത് എന്ത് പറയാനാ ഇതിനൊക്കെ? അപ്പൊ അതാണ്, അവർക്ക് പോയിന്റുകളില്ല പറയാൻ. ഇത് പണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളൂ. സംസാരിച്ച് തോക്കുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്ന് കാണുമ്പോൾ പാതിരാത്രിയിൽ അവന്റെ വീടിന്റെ മുറ്റത്ത് പോയി തൂറി വെക്കുക എന്നുള്ളൊരു നയത്തിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് ഈ BJPയെ കുറ്റം പറയുക എന്നുള്ള ഒരു നയം മാത്രമാണ് ഇപ്പൊ അവർക്കുള്ളത്. കുറ്റമായിട്ടൊന്നും പറയാനുമില്ല. ജനം ചോദിക്കുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ അവരല്ല ചെയ്തത്, ഈ കാര്യങ്ങൾ അവരല്ല ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരവില്ല. വർഗീയത എന്ന് പറയാനൊന്നുമില്ല. വർഗീയത എന്ന് ഇപ്പൊ ആകെ പറയുന്നത് മീഡിയ 1 ചാനലും പിന്നെ സുഡാപ്പികളും മാത്രമാണ് ഇപ്പൊ വർഗീയത പറയുന്നത്. കാരണം വർഗീയത ഏറ്റുപിടിക്കാൻ ഇപ്പം ഈ സഖാക്കളൊന്നും തയ്യാറല്ല. എന്തിനു പറയുന്ന അലൂഷ് പോലും ചമ്പളം പറഞ്ഞെടുത്ത് ഇട്ടിട്ട് കൃഷ്ണന്റെ ഭക്തിഗാനം ആലപിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊന്നും അതാണ് അതിന്റെ പൊളിറ്റിക്കൽ. എന്തായാലും തമ്മിൽ ഭേദം തൊമ്മൻ അത്രേ കാണും.